നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹിന്ദു വിശ്വാസ് ചാനലിലേക്ക് സ്വാഗതം. കേരളത്തിൽ ഹിന്ദു ജനസംഖ്യ കുറയുന്നു. പറച്ചിൽ കേട്ട് ആരെങ്കിലും ഞെട്ടിയോ? ഇല്ല. ഇത് കേട്ട് ആരും നടുങ്ങില്ല എന്നറിയാം. കാരണം കുറേ നാളായി ഇതൊക്കെ ഈ നാട്ടിലെ വിശ്വ ഹിന്ദു പരിഷത്തുകാരനും RSSകാരനും പറയുന്നതല്ലേ. ഇതൊക്കെ അവർ പടച്ചുവിടുന്ന കള്ളക്കണക്കല്ലേ. സർക്കാർ പറയുമ്പോൾ സമ്മതിക്കാം. എന്നാൽ ഇക്കാര്യം ശരിയെന്നിപ്പോൾ നമ്മുടെ സർക്കാരും സമ്മതിച്ചു കഴിഞ്ഞു. ഈ കഴിഞ്ഞ വിജയദശമി ദിനത്തിൽ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ ആദരണീയനായ സർസംഘചാലക് പൂജനീയ ശ്രീ മോഹൻ ഭാഗവത് നൽകിയ സന്ദേശത്തിൽ പറഞ്ഞ ഒരു പ്രധാന കാര്യമായിരുന്നു രാജ്യത്തിന്റെ പല ഭാഗത്തും ജനസംഖ്യ ആനുപാതികമല്ലാത്ത രീതിയിൽ വർദ്ധിക്കുന്നു എന്നത്. ഈ വാർത്ത കേൾക്കേണ്ട താമസം കേരളത്തിലെ സർവമാന കമ്മികളും കൊങ്ങികളും ജിഹാദികളും ഉറഞ്ഞുതുള്ളൽ നടത്തി സർസംഘചാലകനെയും സംഘത്തിനെയും പരമാവധി തെറിവിളിച്ച് ഭാരതത്തെ ഹൈന്ദവ രാഷ്ട്രമാക്കാൻ സമ്മതിക്കില്ല എന്ന് പ്രതിജ്ഞ ചൊല്ലി. പക്ഷേ ഈ ചാനൽ ചർച്ചക്കാർ ഈ വസ്തുത കേരള സാഹചര്യത്തിലെങ്കിലും ശരിയാണോ എന്ന് ഒന്ന് പരിശോധിക്കാൻ സമയം കണ്ടെത്തിയില്ല. അയ്യോ, ഇവർക്കൊക്കെ ഇതിന് എവിടെ നേരം? ഇത് നോക്കുന്ന സമയം കൊണ്ട് 2 ഹൈന്ദവ വിരുദ്ധത കൂടി നടത്താമല്ലോ എന്നാണ് സർവ്വ വിഷയത്തിലും ഡോക്ടറേറ്റ് എടുത്ത ചാനൽ ജഡ്ജിമാരുടെ ചിന്ത. എന്നാൽ സംഘചാലകൻ പറഞ്ഞത് 100% ശരിയാണെന്ന് സമ്മതിക്കുന്ന തരത്തിലാണ് കേരള സർക്കാർ പുറത്തുവിട്ട ചില സ്ഥിതിവിവര കണക്കുകൾ. ഈ അധ്യയന വർഷം 1ാം ക്ലാസ്സിൽ പ്രവേശനം നേടിയ കുട്ടികളുടെ കണക്കുകൾ നമ്മുടെ പ്രിയ മന്ത്രി ശിവൻകുട്ടി നിയമസഭയിൽ അവതരിപ്പിച്ചു. അതെ, സത്യം എത്ര കാലം കഴിഞ്ഞാലും പുറത്ത് വരിക തന്നെ ചെയ്യും. ഈ കണക്കൊക്കെ നോക്കാൻ ആർക്കാ നേരം, അല്ലേ? എന്നാൽ നമുക്കെങ്കിലും ഇതൊക്കെ വേണ്ട. എന്നാലും പറയാം, ഞമ്മൻ്റെ സ്വന്തം മലപ്പുറം ജില്ലയിലാണ് ഈ കുട്ടി വർധനവ്. ഈ കണക്ക് പറയുമ്പോൾ നമുക്ക് സ്വാമി അയ്യപ്പൻ്റെ സ്വന്തം ജില്ലയായ പത്തനംതിട്ടയ്ക്കൊന്ന് പോയാലോ? അവിടെ എത്ര കുട്ടികളാണ് 1ാം ക്ലാസ്സിൽ 2022 ചേർന്നതെന്ന് നോക്കിയപ്പോൾ അവരുടെ എണ്ണം വെറും 6554 മാത്രമാണ്. ഈ കണക്ക് കേൾക്കുമ്പോൾ അവിടുത്തെ എല്ലാവരും വിദേശത്ത് പോയതുകൊണ്ടാണെന്ന് പറയാൻ സാധ്യതയുണ്ട്. എന്നാൽ അതല്ല യാഥാർത്ഥ്യം. ഹൈന്ദവ ഭൂരിപക്ഷമെന്ന് നമ്മൾ വിശ്വസിക്കുന്ന തിരുവിതാംകൂർ മേഖലയിലെ മിക്ക ജില്ലകളുടെയും അവസ്ഥ വളരെ ഭീകരമാണ്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിലും കൂടി 1ാം ക്ലാസ്സിൽ 2022 പ്രവേശനം നേടിയത് 98,587 കുട്ടികൾ മാത്രമാണെന്നിരിക്കെ തൃശ്ശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള മലബാർ മേഖലയുടെ കുട്ടികളുടെ എണ്ണം 2,04,581. നോക്കണേ, പ്രസവത്തിൻ്റെ ഒരു പോക്കും കണക്കും. ഇത് ചിരിച്ചു തള്ളാൻ മാത്രമുള്ള ഒരു കണക്കല്ല. പരശുരാമന്റെ കേരളത്തിൽ നിന്ന് കേരളത്തിലേക്കുള്ള ദൂരം അതിവിദൂരമല്ല എന്ന സാമൂഹ്യ യാഥാർത്ഥ്യമാണ് മന്ത്രി നിരത്തിയ കണക്കുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. 2047 ഭാരതത്തെ ഇസ്ലാമിക രാഷ്ട്രമാക്കുമെന്ന് പ്രഖ്യാപിച്ച ശക്തികളുടെ മുന്നൊരുക്കങ്ങൾ എത്ര ഭംഗിയായി നടക്കുന്നുവെന്ന് തിരിച്ചറിയാൻ വൈകിയ നമ്മൾ ഇനിയെങ്കിലും ഇതൊക്കെ ഒന്ന് പഠിക്കണം. അതെ, കേരളത്തിലെ ഹിന്ദുവിൻ്റെ എണ്ണം അതിഭീകരമായി കുറയുന്നുവെന്ന വസ്തുത വെറും RSSകാരനോ വിശ്വ ഹിന്ദു പരിഷത്തുകാരനോ പറയുന്നതല്ല, സർക്കാർ അംഗീകരിച്ച വസ്തുതയാണ്. സർക്കാർ തന്നെ നടത്തിയ കുടുംബാരോഗ്യ സർവേയും ഈ യാഥാർത്ഥ്യം അംഗീകരിച്ചിട്ടുണ്ട്. 1901 ഹിന്ദു ജനസംഖ്യ മൊത്തം ജനസംഖ്യയുടെ 75%. എന്നാൽ 2011 ഹിന്ദുവിൻ്റെ ജനസംഖ്യ 54.73% കുറഞ്ഞു. ഇതേ അവസരത്തിൽ മുസ്ലിം ജനസംഖ്യ 17.5% നിന്ന് 26.56% കൂടിയെന്നത് മറക്കാൻ പാടില്ല. നമ്മുടെ അടുത്ത തലമുറയ്ക്ക് ഈ മണ്ണ് വെറും മണ്ണ് മാത്രമായി മാറുമോ? കാശ്മീർ പണ്ഡിറ്റുകളുടെ അവസ്ഥ നമുക്കും വരുമോ? ഭാവിയിൽ ഒരു കേരള ഫയൽ സിനിമ പിറക്കുമോ? കാത്തിരുന്ന് കാണാം. ജയ് ശ്രീറാം. നന്ദി, നമസ്കാരം.